ഷാജിദ ഷാജി അന്ന് യൂട്യൂബർ ഷാജിദ ഷാജി, ചന്ദനം കൊടുപ്പ്. അവള് അന്ന് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോ വീട്ടിലുള്ള സാധനങ്ങൾ, ഓൾറെഡി ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് അവിടെ പോയിരിക്കണത്. അല്ലാണ്ട് അവൾക്ക് എവിടുന്ന ഒരു ലോഡ് സാധനങ്ങൾ ആ വണ്ടിയിൽ വരിക? ആ വീട്ടിലത്തെ സാധനം ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്, അവിടുത്തെ ചില്ല്, ഗ്ലാസിന്റെ ചില്ല്, ജനലിന്റെ ചില്ല് അത് പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല തന്തയില്ലാത്തരം ചെയ്തിട്ടാണ് അവള് പോയിരിക്കുന്നത് ആ തക്കാളിച്ചുമൂറി. നിങ്ങള് നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് ഭയങ്കര പ്രാർത്ഥനയും മറ്റതും ഒക്കെ കാണിച്ചിട്ട് തെറി വിളിക്കുന്നത് പടച്ചോൻ കുബൂലാക്കുവോ, അനുസരിക്കുവോ, അല്ലെങ്കിൽ എടുക്കുവോ? എന്താ ഈ പറയുന്നേ? പെറ്റ തള്ളയെ തള്ളയും ചീത്ത വിളിക്കുക, അത് പബ്ലിക്കില് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പെറ്റ തള്ളയെ പറ്റി പോക്കൃത്തര പറയുന്നത് പടച്ചോൻ മനസ്സിലാക്കുവോ, അക്സെപ്റ്റ് ചെയ്യുവോ? ആരെ എവിടെ ഈ പറയണേ? ഈ പയ്യന്റെ ഉമ്മായെ പറയണ്, സഹോദരി പറയണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു മോളെ പറ്റി പറയണ്, സർവത്ര പേരെ പറ്റിയും പടു മോശ ഈ കുട്ടീന്റെ വീട്ടുകാരെ പറ്റി പറയണ്. അപ്പൊ തിരിച്ചു പറയത്തില്ലേ? ഞങ്ങളെ കൊണ്ട് നാക്ക് കൂസുന്നു. ഈ സ്ഥാനത്ത് അവളായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ തകർത്തിട്ടുണ്ടാവും, ഈ ഫോണ് പൊട്ടിത്തെറിച്ചേനാ തെറി. അമ്മാതിരി അവള് കിടന്ന് തെറിക്കും. ഞങ്ങൾക്ക് അത് അറിയത്തില്ല, ആ പിള്ളേർക്ക് അത് അറിയത്തില്ല. അതാണ് അവള് സ്കോർ ചെയ്യണത്. അങ്ങനെ കിൽക്കിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പെണ്ണുങ്ങളാണ് ഇടപെടേണ്ടത്. പെണ്ണുങ്ങൾ മാറിയിരിക്കണ എന്തിനാണ്? ഇവള് അപ്പുറത്ത് മാമിയുടെ അവളെ മാമാടെ ഭാര്യയുടെ തലയിൽ കയറുന്ന കണ്ടില്ലേ? എന്നിട്ട് എന്റെ നോയമ്പ് സമയത്ത് എനിക്ക് വെള്ളം പോലും തന്നു. നിനക്ക് പച്ചവെള്ളം മനുഷ്യൻ തരുവടി ചത്ത് കിടന്നാ പോലും. തിരിഞ്ഞു നോക്കൂടി പുഴുത്തോളെ. തള്ള പിന്നെ തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്നു ഉമ്മ, തൊഴിലുറപ്പിനും വീട്ടുപണിക്കും പോയിക്കൊണ്ടിരുന്ന ഉമ്മാരുടെ അടുത്ത് അതൊന്നും പോവണ്ട, ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയപ്പോ ഉമ്മ തെറ്റിദ്ധരിച്ച് എന്നെ പൊന്നോരെ നോക്കാനാണ്. അല്ല, 5 മക്കളെ തീട്ടം കോരാൻ നിർത്തിയതാ. എന്നിട്ട് ഒരു കമ്മല് വാങ്ങിച്ചു കൊടുത്തു. ആ കമ്മല് തിരിച്ചു വാങ്ങിച്ചു. ഇവളെ 10 പൈസ ആരെങ്കിലും വാങ്ങിക്കൂടെ? ഒരു സന്തോഷത്തോടു കൂടി 1 രൂപ കൊടുത്തിട്ട് പിന്നെ ആ പൈസ തിരിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ ആരെങ്കിലും പിന്നെ അവർക്ക് വേണ്ടി നിൽക്കുവോ? അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കുറച്ചങ്ങോട്ട് തള്ളു. എന്നിട്ട് കഴിഞ്ഞിട്ട് എന്റെ പൈസ ഉണ്ടാ, എന്റെ പൈസ ചെവിക്കലും ഉളക്ക് ഒരെണ്ണം കൊടുക്കണം. അമ്മാതിരി ബുദ്ധിമുട്ടിലായിരിക്കും കൊണ്ടുവന്ന്. ജോലിയില്ല, കഷ്ടപ്പെട്ടിരിക്കുന്ന അവർക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. എവിടെയെങ്കിലും കയറിപ്പോയി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ താത്ത കൊടുക്കി, ഞങ്ങൾ പൈസ തിരിച്ചു തരാന്നല്ലേ പിള്ളേര് പറഞ്ഞുള്ളൂ. അതിനാണോ ഇങ്ങനെ അപമാനിക്കുന്നത്? അവന്റെ ഉമ്മായി ചേർത്ത് പറയുന്നത്? അവളെ അന്വേഷിച്ച് നാട്ടിൽ ആണുങ്ങൾ വരുന്ന കണക്ക് അവന്റെ ഉമ്മായി അന്വേഷിച്ച് നാട്ടിൽ ആണുങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവള് പറയട്ടെ, തെളിവ് വയ്ക്കാൻ പറ. പക്ഷെ ഈ പിള്ളേരെ തെളിവുണ്ടല്ലോ. അവിടുത്തെ CCTV ക്യാമ നോക്ക്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഒരാളെ കൊണ്ട് പ്രശ്നം, ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കും എവിടെ കൊണ്ട് പ്രശ്നം? എന്താ? എല്ലാരും കാഴ്ച കാണുകയല്ലേ. പിന്നെ വസ്ത്രം അവള് ബിക്കിനി ഇട്ടോണ്ട് കിടക്കട്ടെ, അവളുടെ ഇഷ്ടം. ഭർത്താവ് മരിച്ച ഉടനെ അടുത്ത മാസത്തിൽ തന്നെ പോയി വേറൊരുത്തന്റെ കൂടെ ഊഞ്ഞാലാടാൻ പോയ അവളെ പിന്നെ ഞങ്ങൾ എന്തോന്ന് പറയണോടോ? ബിക്കിനി ഇട്ടോണ്ട് നടക്കുവോ, തുണിയില്ല നടക്കുവോ, അതൊക്കെ അവളുടെ ഇഷ്ടം തന്നെയാണ്. ഞങ്ങൾ എന്ത് പറയണോന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെയൊക്കെ അയൽവക്കത്ത് ഇതുപോലെ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഞാനൊക്കെ വെട്ടിയിട്ട വാഴണക്ക് വീണുപോയതാ, തകർന്നു പോയി. അതിന് തലപൊങ്ങാനായിട്ട് എത്രയും വർഷം എടുത്തു. അപ്പോഴാണ് അവള് 2 മാസത്തിൽ ഒരുത്തന്റെ കൂടെ പോയിരുന്ന ഊഞ്ഞാലാടുന്നത്. അവള് ഊഞ്ഞാലാടാൻ പോയതിന്റെ കൂടുതലാണ് ചെറുകം കയറി തൂങ്ങിച്ചത്ത് കളഞ്ഞത്. അവരുടെ കുടുംബക്കാർക്ക് വേദന ഉണ്ടാവത്തില്ലേ? ഞങ്ങളുടെ കുട്ടി എന്തിനിങ്ങനെ ഈ അവർക്ക് വേദന ഉണ്ടാവത്തില്ലേ? ഷബീറളിയെ മരിക്കാൻ ഇവള് തന്നെ കാരണം. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവളെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ ക്വാർട്ടേഴ്സിന് പൊക്കിയിട്ടുണ്ട് വേറൊരാളായിട്ട്. പിന്നെ മാങ്കുറിശ്ശിയിൽ ഏതോ ഒരു ക്വാർട്ടേഴ്സിൽ ഇരിക്കുമ്പോ അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ ഒരാളായിട്ട് അവിടെയും പോയി. അത് കുറച്ച് വർഷം മുന്നാണ്. അവിടെയും പോയി. പോണവിടെ മൊത്തം ഇവള് കണക്ഷൻ പിടിക്കുക, പൈസ വാങ്ങുക, പൈസ കൊടുക്കുക, അതിന് തെറി വിളിക്കുക, അവിടെ പ്രശ്നം, വേറെ സ്ഥലത്തേക്ക് പോവുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഷാജിദ ഷാജി, അതായത് തക്കാളിച്ചുമൂറി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനുള്ള മറുപടി നീ തായോ. നീ ശരിക്കും ഒരവിടെ എത്ര മാസം ഇരുന്നിട്ടുണ്ട്? ഒരു സ്ഥലത്ത് നീ കണ്ടിന്യൂ ആയിട്ട് എത്ര ഇരുന്നിട്ടുണ്ട്? എവിടെ ഇരിക്കില്ല അവള്, എവിടെ ഇരിക്കില്ല. ഇരിക്കാൻ പറ്റാത്തതിന്റെ സൂക്കേട് കാരണമാണ് കബീറളിയൻ തൂങ്ങി മരിച്ചത്. എന്നിട്ട് ഇവള് പറഞ്ഞു 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫോണ് കിട്ടിയത്. 6 മാസം വരെ അവര് ചെക്ക് ചെയ്തു, സൈബറിൽ പോയി ചെക്ക് ചെയ്തു എന്ന്. അതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവളുടെ അടുത്ത് കൊണ്ടുവരാൻ പറ. 2 ആഴ്ച മാക്സിമം പോയ 1 മാസം. ആ 1 മാസത്തിനുള്ളിൽ സ്റ്റേഷനിൽ പോയിട്ട് ഇവള് ഫോൺ വാങ്ങിയിട്ട് നേരെ പോയത് എവിടേക്ക് അറിയോ? മൊബൈൽ ഷോപ്പിക്ക് മൊബൈൽ വിൽക്കാനാ. മൊബൈൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ മൊബൈൽ വാങ്ങാൻ സിനാന്റെ ആവശ്യം ഉണ്ടായിരുന്നു. സിനാന്റെ ഒരു സൈന് വേണമായിരുന്നു. സിനാൻ അവള് കുറെ വിളിച്ചു. ഇവളുടെ ഈ തക്കാളിച്ചുമൂറിന്റെ സ്വഭാവം കാരണം സിനാൻ പോയി. അതിനും സിനാന് കുറെ തെറി. അതൊന്നും സിനാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എവിടെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. സിനാനിക്ക് പറയാനാണെങ്കിൽ ചെറുപ്പം മുതലേ ഉള്ള കാര്യങ്ങളുണ്ടാവും.
ചെറുപ്പം മുതലേ ഉള്ള കാര്യങ്ങളുണ്ടാവും. നമുക്ക് അങ്ങനെ നമുക്ക് ഇപ്പൊ ഉള്ള കാര്യങ്ങളുള്ളൂ. പണ്ട് മുതലേ ഷാജി ഇങ്ങനെ തന്നെയാണ്, അപ്പത്താത്ത ഇങ്ങനെ തന്നെയാണ്. ചന്ദന കേസിലും ഈ ചന്ദന കേസിൽ ഇവള് ശരിക്കും ഇവളെ കൊണ്ടുകൊണ്ടാണ്. ഇവളെന്താ പറഞ്ഞേ, സാറുമാര് നല്ല കമ്പനി ആയിട്ട് അവരെന്നെ വന്ന് വെട്ടിമുറിച്ച് കൊണ്ടുവരും, 10ഓ 15ഓ അവരെടുക്കും, ബാക്കി നമ്മുടെ കയ്യിൽ തരുന്ന്. എന്ത് തരുന്നേ? ഞാൻ പറഞ്ഞട്ടെ, ഇപ്പൊ അവള് പറഞ്ഞു എന്താ ഉമ്മാന്റെ പേരിലാണ് കേസ് വരിക, ഉമ്മാന്റെ പേരിലാണ് വീട് കേസ് വരികന്ന്. എന്താണ് അല്ല, അത് എന്താണ് ഉമ്മ നാട്ടുകാരുടെ വെട്ടണം. ഉമ്മ വെട്ടിയ ഉമ്മയുടെ പേര് വരും. ഇവള് വെട്ടിയ ഉമ്മാക്കും കേസ് കൊടുക്കാം, ഇവളെ പേർക്കും കേസ് വരും. ഉമ്മ കംപ്ലൈന്റ് കേസ് ചെയ്ത ആ കൊടുക്കാം. കേസ് വരും. ആ ഉമ്മ അതിന് കൊടുക്കണം. പറയുന്ന പൊട്ടത്തിക്ക് മനസ്സിലാവണ്ടേ, ഈ തക്കാളിച്ചുമോറിക്ക് മനസ്സിലാവണ്ടേ. അല്ല, ആ ചാനലുകാരുടെ ഒരു യോഗ്യത എന്ന് ആലോചിച്ച് നോക്കിയാണ്. അവരിരുന്നത് കേട്ടോണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് എന്റെ ഉമ്മാടെയും വാപ്പായുടെയും സ്വത്താണ്, അപ്പൊ എനിക്ക് അവകാശമുണ്ട്. നിനക്ക് അവകാശം വരണമെങ്കിൽ നീ ഉമ്മായും വാപ്പായെ നോക്കണോടി, അല്ലാതെ അവകാശം വരത്തില്ല. തള്ളയും നന്നേ നോക്കാത്ത എവക്കാണ് അവകാശം? നീ ആര്? അതെ, ഉമ്മാനും ഉപ്പാനും നോക്കിയിട്ടവളാണ് ഇങ്ങനെ പറയണെങ്കിൽ പിന്നെയും വലിയ കുഴപ്പമില്ല. ഇത് എന്റെ ഉപ്പ മരിക്കണവരെ എന്റെ ഉപ്പ നോക്കി, അത് കഴിഞ്ഞാൽ തള്ള ഒന്നും ഉണ്ടാവില്ല, ആണ് ഇവൻ കൊല്ലും, അതിനെയും കൊല്ലും. എടി, ഇത്രയും ദിവസം എന്റെ കുടുംബത്തോട്ട് നിന്റെ മറ്റവന്മാരല്ല ചെലവിന് പൈസ കൊടുത്തിരുന്നത്, ഞാനും എന്റെ ഉപ്പയും കൂടെ തന്നെ കൊണ്ടുപോയി കൊടുത്തിരുന്നത് കേട്ടോ. പിന്നെ നീ അപ്പം വിറ്റ് നടക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടാ ജീവിക്കണത്. നീ അവിടെ തക്കാളിച്ചുമൂടിയെ അപ്പം വിറ്റിട്ടും നാട്ടുകാരനെ കയറ്റിയിട്ടും അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി കുറെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട ഡ്രസ്സുകൾ എടുത്തിട്ട് പുതിയ കാണുന്നത് ഗൈസ് എല്ലാരും വാങ്ങണം, നമ്പർ 85 അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വരവാ അവള്. അവളുടെ അവളെ തക്കാളിച്ചുമൂടി താങ്ങണമെന്നോ പക്ഷെ അവളെ അവള് കടം എന്റെ കുടുംബത്തിനെ പറ്റി ഒന്നും അല്ല പറയുന്നത്. അവൾ അത് മര്യാദക്ക് ചെയ്തോട്ടെന്ന്. അവള് ലൈഫ് സ്റ്റൈൽ ലോകല്ലേ. ഇപ്പൊ കുട്ടികളെ ഒരുക്കുന്നത്, കുട്ടികളെ കൊണ്ടുവിടുന്നത്, കുക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നല്ല കണ്ടന്റ് ആണ്. അതൊക്കെ ചെയ്തോട്ടെ. അതെ, അവളെ കട തുടങ്ങുന്നത്, അതന്നെയായിരുന്നു ഇവിടെ കടയിൽ ആദ്യം, പിന്നെ ഇവൾക്ക് അഹങ്കാരം കൂടി. കൊച്ചുങ്ങളെ കൊണ്ട് പാർക്കിൽ പോണതിട്ടോട്ട്, ബീച്ചിൽ പോണതിട്ടോട്ട്, സിനിമയ്ക്ക് പോണതിട്ടോട്ട്, ഇതൊക്കെ ഇട്ടോട്ടെ. അത് എന്തിനാ ആൾക്കാരെ തെറി വിളിക്കാൻ ഉപയോഗിക്കുന്നേ? അത് റിയാക്ഷൻ വീഡിയോ ആണോ അവളുടേത്? ഷഹബാസിന്റെ മരണ കാരണം പറഞ്ഞിട്ട് ഒരുക്കി ഇരുന്നുണ്ട് അവിടെ കൊണ്ട് എന്തിനാ കൊടുക്കുന്നു? എവളെ പൈസ അവര് വാങ്ങിക്കാതിരിക്കില്ല, അത്ര ദാരിദ്ര്യം അവർക്ക്. അവളുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാലേ മുസായിഫത്ത് നടുക്കഷ്ണം. ഉപ്പാനെ ഞാൻ നോക്കും എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെന്താ കൊണ്ടുവരുന്നത്? അങ്ങേർക്ക് ഭ്രാന്തല്ലേ? ഇവളെ പോലെ ഭ്രാന്താണ് അതിനും. അത് വലിച്ചു കീറി തലക്കടിച്ച് പൊട്ടിച്ച് വിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ചുമ്മാ മര്യാദയ്ക്ക് നടക്കുന്ന ഉമ്മമാരെ പോലും മക്കൾ അടിച്ചു. ഇവിടെ സൗണ്ട് ഇല്ല, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക നീ. പറ, കേൾക്കുന്നില്ല. ഹലോ, ആ, കേക്കാം. ഇവള് പറയണില്ലേ ഇവളുടെ ഉപ്പാനെ നോക്കുമെന്ന്. പുതുനഗരത്ത് നിന്ന് അവളുടെ ഉപ്പ ഡെയിലി അല്ല, കുറെ ഇടവിട്ട ദിവസങ്ങളില് സിനാന്റെ വീട്ടിൽ വന്നിട്ട് പോകുന്നുണ്ട്. അത് ഇവളെന്താ അന്വേഷിക്കാത്ത? ഇവള് പറയുന്നുണ്ട് എന്റെ ഉപ്പാന്റെ ചോരയാണ്, പുതുനഗരത്തെ ചോരയാണ്. എന്ത് ചോര? അതില് ചോര ഓടണമെന്ന് മുറിച്ച് നോക്കണം, എന്നാലും അറിയുള്ളൂ. അതിൽ എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വേസ്റ്റ് ഉണ്ടാവൂലേ, ആ ബ്ലഡ് മാത്രം ഉണ്ടാവുള്ളൂ അതില്. ശരഫലിയുടെ കല്യാണം ശരിയായപ്പോ അത് മുടക്കാൻ വേണ്ടിയാണ് അവൾ അവനുമായി ബെഡ്റൂമിലുള്ള വീഡിയോ ഇട്ടത്. ആ ചെറുക്കന്റെ ജീവിതം പോയി. അവന്റെ അടുത്ത് ആര് പറഞ്ഞു അവന് വേറെ ഒരു പെണ്ണിനെയും കിട്ടത്തില്ലായിരുന്നു, ഈ ചെറുക്കനെ കിട്ടുള്ളായിരുന്നു? പോയി കയറി എന്തിന്? ഈ തക്കാളി ചോറിന് മാത്രമേ കിട്ടുള്ളൂ എനിക്ക്. ഈ കോമഡി നീ മുത്തുവിന്റെ. അവള് തെറ്റ് ചെയ്താൽ മഹലിലുള്ളവർ കൂടി അള്ളാഹുവിനോട് മറുപടി കൊടുക്കും. പിന്നെ മഹലിലുള്ളവർക്ക് അതല്ലേ പരിപാടി? മുത്തുക്ക, അവരുടെ ഉമ്മ നിങ്ങളുടെ വീട്ടിലാണോ നിൽക്കുന്നത്? ആ ഉമ്മാനെ ഒന്ന് വീഡിയോ കൊണ്ടുവന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറയൂ. ഉമ്മ നിങ്ങളുടെ കൂടെയാണോ നിൽക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, സിനാന്റെ വീട്ടിലാണ് അവളുടെ ഉമ്മ നിൽക്കണത്, തക്കാളിച്ചുമോറിന്റെ ഉമ്മ നിൽക്കണത്. ആ ഉമ്മാന്റെ അടുത്ത് ഞങ്ങൾ വേറെ കേസും അതും ഇതും എല്ലാം പറഞ്ഞാണ്. ഉമ്മാക്ക് താല്പര്യമില്ല. പിന്നെ നമ്മൾ എന്താ പറയാ? പെറ്റ പിന്നെ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ കേസ് കൊടുത്തു. പ്രസവിച്ച കുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഉമ്മക്ക് ആ സ്നേഹം ഉണ്ടാവും. പിന്നെ ഞമ്മക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, കാരണം അവരുടെ മോളാണ്. അവരുടെ പ്രശ്നത്തിന് ഞാൻ ഇടപെടണമില്ല. പക്ഷെ ഇത് എന്റെ പ്രശ്നമാണ്, ഞാൻ തീർക്കണത്. അവളുടെ ആ പ്രശ്നം അവൾ അവിടെ തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കട്ടെ. പക്ഷെ തീർന്നാലും തീർന്നില്ല എനിക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക്
അവർക്ക് അതിന് പക്ഷെ അവരെ ഇവള് കൊണ്ട് പറയാൻ ഒക്കത്തില്ല. അത് ഉമ്മമാരുടെ മനസ്സ് അങ്ങനെയാണ് മോനെ. നീ തെറ്റ് ചെയ്താലും നിന്റെ ഉമ്മ കൂടെ നിൽക്കേണ്ടല്ല. കൊച്ചു വെട്ടിക്കൊന്നില്ല, അനിയച്ചാരെയും കൊന്ന് സഹോദരങ്ങളെയൊക്കെ വെട്ടിക്കൊന്ന് ആ ചെറുക്കൻ്റെ അടുത്ത് ആ ഉമ്മ എന്തരുവോ എന്റെ കൊച്ചിനെ ഒന്ന് ഇറക്കി തരുമോ എനിക്കൊന്ന് കാണാനാണ് എന്ന് പറഞ്ഞ കേട്ടില്ലേ? ഉമ്മമാരുടെ മനസ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനൊന്നും പരാതി പറയാൻ നിൽക്കണ്ട. അവളെ തോന്നിവാസത്തിനുള്ള മറുപടിയാ കൊടുക്കേണ്ടത്. നമ്മളെ പറയുമ്പോ തിരിച്ചു പറയും. ചാനലുകാരുടെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ഇവളെ വിളിച്ചിരുത്തി ആരെ കുറ്റപ്പെടുത്തിയാലും അവർക്ക് ഇപ്പുറത്ത് ചാനലുകാർ സ്പേസ് കൊടുക്കും. കാര്യം പറയാനുള്ള ഒരു സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ആ പോക്കൃത്തരം നിങ്ങൾ അങ്ങ് നിർത്തി വെക്കുക. നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ കുട്ടികളെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി പറയാനുള്ള വേദി ഇവർക്കും കൂടെ കൊടുക്കുക. ഇവരെയും കൂടെ നിങ്ങൾ ചാനലിൽ വിളിക്കണം, ഇന്റർവ്യൂ അവരെ കൂടെ നടത്തണം. അല്ലാതെ ഓൺ സൈഡായിട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ അവക്ക് മാത്രമായിട്ടൊരു സ്പേസ് കൊടുക്കുന്നത് സമ്മതിച്ചു കൊടുക്കാൻ താല്പര്യമില്ല. ഇത് അവളുടെ മാത്രം വോയിസ്, ഇത് ഇന്റർവ്യൂ മാത്രം എടുക്കണുള്ളൂ. ഇവളുടെ ഉമ്മാന്റെ ഇന്റർവ്യൂ വന്ന് എടുക്കാൻ പറയും അവന്റെ അടുത്ത്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഷാജിദ ഷാജി, അതായത് നമ്മുടെ തക്കാളിച്ചുമോറി, ആ മോറി പല ഇന്റർവ്യൂക്കാരനെയും വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുക്കോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരും ഇന്റർവ്യൂ എടുത്തില്ല. ലാസ്റ്റ് എവിടെ ഇല്ലാത്ത ഏതോ വെറൈറ്റി ന്യൂസോ അങ്ങനെ ഏതോ ഒരു ന്യൂസ്, അതിന്റെ പേരെ ഞാൻ വരെ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല എന്നല്ല, ഞാൻ അങ്ങനെ യൂട്യൂബിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് വന്നത്. നമ്മുടെ തക്കാളിച്ചുമോറിക്കാരനെ ഞാൻ യൂട്യൂബിൽ വന്നത്. അവരെ ലാസ്റ്റ് ഇവള് ഇന്റർവ്യൂ എടുത്തത്, അതിന്റെ മുന്നേ ഇവരെല്ലാം കണക്ക് കൂട്ടിയിട്ടായിരുന്നു. എല്ലാം പ്ലാൻ ചെയ്ത് ഷാജി പൈസ അങ്ങോട്ട് കൊടുത്ത് ഇന്റർവ്യൂ ചെയ്ത് എന്നിട്ടൊക്കെയാണ് ഈ പരിപാടി. അത് ചെറുതായിട്ട് മൂളുള്ള ആൾക്കാർ കണ്ടാൽ മനസ്സിലാവും. അവളുടെ ആ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞാൽ അവള് ചിരിച്ചിട്ടൊക്കെയാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അതാണ് ഉമ്മ. പക്ഷെ ആ ഉമ്മ എന്ത് ചെയ്തിട്ട് ഒരു വിഷയത്ത് ജനിച്ചത്? ആ ഉമ്മ എന്തേലും ചെറുപ്പത്തിൽ എന്തേലും ഒരു പാവം ചെയ്തിട്ടുണ്ടോ? അല്ലാണ്ട് ഇപ്പൊ ഈ തക്കാളിച്ചുമോറിനെ അമ്മായിക്ക് കിട്ടില്ലല്ലോ. ഇപ്പൊ വീട് പൂട്ടിയിരിക്കണ മുത്തു. ഇപ്പൊ അമ്മക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ലേ? വീട്ടിൽ പോവാം. വീട് പൂട്ടിയിരിക്കുകയാണ്. വീട്ടിലുള്ള സാധനങ്ങളും കൊണ്ടൊക്കെ അവര് പോയി. അപ്പൊ ഇവർക്ക് തിരിച്ചു കയറാനായിട്ട് വീട് പൊളിച്ചു കൊടുത്തൂടെ? നിങ്ങൾക്ക് അവരെ അതിനകത്ത് കയറ്റിക്കൂടെ? കേട്ടില്ല. തിരിച്ചേ ഇവർക്ക് വീട്ടിൽ കയറാനുള്ള ഫെസിലിറ്റീസ് ആക്കി കൊടുത്തൂടെ? അവള് പോയല്ലോ, ഇനിയിപ്പോ ആ വീട്ടിൽ പോവാല്ലോ. ആ വീട്ടിൽ പോവുകയാണെങ്കിൽ ഇനി വേറെ സാധനങ്ങൾ വാങ്ങണം, അവിടെ വെച്ചുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങണം. മുത്തുവിന്റെ ചാനലിന്റെ പേര് മിസ്റ്റർ മുത്തു, ക്യാപിറ്റൽ ലെറ്റർ ആണെല്ലാം. മുത്തുവിന്റെ ആരാ അവൾ? എന്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, എന്റെ വകയിലൊരു അമ്മായിന്റെ മോളാണ് തക്കാളിച്ചുമോരി. ഉമ്മാനെ മാത്രമാണ് ഒറ്റപ്പെടുത്തിയത്. ആ രണ്ട് അനിയത്തിമാരുടെ ജീവിതം അവള് ഏറെക്കുറെ തീരുമാനാക്കിയിട്ടില്ലേ? ആ മൂന്നാമത്തെ പെങ്ങള് കുട്ടികളെ പറ്റി എന്തെല്ലാം പറഞ്ഞു. അതുങ്ങൾക്ക് ജീവിക്കണ്ടേ? ആ മൂന്നാമത്തെ നമ്മുടെ തക്കാളിച്ചുമോറിന്റെ രണ്ടാമത്തെ അനിയത്തിന്റെ കുട്ടിന്റെ ഫോട്ടോ വരെ അവള് യൂട്യൂബിൽ ഇട്ടിട്ട് കാണിച്ചില്ലേ അവള്? അപ്പൊ എന്തിന്റെ കുഴപ്പമാണ് അവൾക്ക്? ഇതാരും അറിയില്ല. അപ്പോഴൊന്നും നിങ്ങൾ പ്രതികരിച്ചില്ല. അപ്പൊ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്തു. ആർക്കും അറിയില്ലല്ലോ. നമ്മള് ഇതേപോലെ യൂട്യൂബിൽ വരുന്ന അവള് വിചാരിച്ചില്ല. മതവാദികളാണ് ആ പാവത്തിനെ ഇങ്ങനെ വളർത്തുന്നത്. നിങ്ങൾ അവർക്ക് ദോഷമാണ് ചെയ്യുന്നത്. ആളുകൾ ഇപ്പൊ വന്ന് പറയുന്ന കേട്ടില്ല, അവളെ പൂട്ടണം. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ? അത് ജീവിച്ചു പോട്ടെന്ന്, ഒരു പരിധിയിൽ കൂടുതൽ സപ്പോർട്ടിന് പോകരുത്. ജോലി ചെയ്ത് ജീവിക്കാൻ അവൾ തയ്യാറാണെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കട്ടെ, അതായത് വഴിക്ക് വിടൂ. അനാവശ്യമായി ബൂസ്റ്റപ്പ് ചെയ്യാതിരിക്കും. ഇവള് പറയുന്നുണ്ട് അവിടെ ഇവിടെയും ജോലിക്ക് പോയി എന്ന്. കബീർ അളി ഉണ്ടാവുമ്പോ ജോലിക്ക് പോയാൽ അവിടെയും സെറ്റപ്പ് അവൾക്ക്. ഇനിയിപ്പൊ ഈ സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറയണോണ്ട് അവള് ഇന്നും എന്നെ പൊങ്കാലിടും. പക്ഷെ പൊങ്കാലിട്ടോ, നീ ധൈര്യത്തിലിട്ടോ, യു കണ്ടിന്യൂ. ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ ഷാജിന്റെ അടുത്ത്, തക്കാളിച്ചുമോറിന്റെ അടുത്ത്. നീ ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്? എന്റെ കുടുംബം, നിന്റെ ഉമ്മാന്റെ കുടുംബം, നിന്റെ എളാമാന്റെ കുടുംബം, ഞങ്ങളുടെ കൂട്ടുകാരന്മാര്, അവരിനൊക്കെ വെച്ചിട്ടല്ലേ ഈ ഇപ്പൊ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവള് പറഞ്ഞ ഭാഷയിലേക്ക് പറയാൻ അറിയാണ്ടല്ല, പക്ഷെ ഞാൻ പറയുന്നില്ല.
അത് നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. ഞാൻ പറയുമ്പോൾ ഊഹിച്ചെടുത്താൽ മതി. അവള് പറയണ അതേപോലെ തന്നെ ഊഹിച്ചെടുത്താൽ മതി. നീ പറയണ പോലെ എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വായന ഇങ്ങനെ വരും. കാരണം അവളുടെ കാര്യം പറയുമ്പോഴേ ഇവിടെ ആരും നല്ല രീതിയിൽ സംസാരിക്കില്ല. അവള് പറഞ്ഞു നെല്ലിക്കാട് പോയിട്ട് മുത്തുനെ ചോദിച്ചാൽ മതി അവരെല്ലാരും പറഞ്ഞു തരുന്നു. എന്ത് പറയണ്? അതിന് മുന്നേ ഷാജിദ ഷാജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആ വെടിയൊന്നു. കല്യാണം നാട്ടുകാർ അങ്ങനെ പറയുള്ളൂ. കല്യാണം മുടങ്ങി. കല്യാണം മുടക്കിയവളാണ്. ഇവള് പറഞ്ഞു എന്നെ ചക്കോ എല്ലാ നെല്ലിക്കാട്ടത്തെ ആൾക്കാർ വന്നിട്ട് തല്ലി കൂറൊക്കെ ഇട്ടു, കൈ ഒടിച്ചു, കാലൊടിച്ചു. എന്റെ കൈ ഇതാ മടങ്ങണും ഉണ്ട്, അല്ല നിവരണും ഉണ്ട്, മടങ്ങണും ഉണ്ട്. കാല് കാണിക്കുന്നില്ല, ട്രൗസർ ഇട്ടിരിക്കുന്നു. അതാരാ ബാക്കില്? സിനാന? സിന